നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. പുന്നപ്ര വയലാർ സമരത്തിന്റെ 79ാം വാർഷികാഘോഷ വാരാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം നടത്തി. മുൻമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ G. സുധാകരൻ ദീപശിഖ തെളിയിച്ചു. 2000 കോടിയുടെ ടേൺ ഓവറാണ് കെൽട്രോൺ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. കെൽട്രോൺ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കൃഷിഭൂമികളെല്ലാം തന്നെ 2031 സ്മാർട്ട് കൃഷിഭൂമികളാക്കി മാറ്റുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കാർഷിക സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 242ഓളം ഗുണഭോക്താക്കൾക്കാണ് 4000 രൂപ വിലമതിക്കുന്ന കട്ടിലുകൾ വിതരണം ചെയ്തത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ 79ാം വാർഷികാഘോഷ വാരാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം നടത്തി. മുൻമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ G. സുധാകരൻ ദീപശിഖ തെളിയിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഐതിഹാസികമായ അധ്യായം രചിച്ച പുന്നപ്ര വയലാർ സമരത്തിന്റെ 79ാം വാർഷികാഘോഷ വാരാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം നടത്തി. രണധീരന്മാരുടെ ചുടിചോര ചിന്തിയ ആലപ്പുഴ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ ദീപശിഖ തെളിയിച്ചു നൽകി. രക്തസാക്ഷികളുടെ ഓർമ്മകൾ അയവിറക്കിയും മുദ്രാവാക്യം മുഴക്കിയും പ്രവർത്തകർ പുന്നപ്ര വയലാർ സ്മാരകത്തിൽ നേരത്തെ അണിനിരന്നിരുന്നു. കൃഷിമന്ത്രി P. പ്രസാദ്, MLAമാരായ PP ചിത്തരഞ്ജൻ, H. സലാം, CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ, TJ ആഞ്ചലോസ്, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, KH ബാബുജാൻ, TT ജിസ്മോൻ, ഇരു പാർട്ടികളിലെയും മറ്റു നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുത്തു. 2000 കോടിയുടെ ടേൺ ഓവറാണ് കെൽട്രോൺ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. കെൽട്രോൺ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെൽട്രോൺ ഇടക്കാലത്ത് ഇലക്ട്രോണിക്സ് സംവിധാനത്തിൻ്റെ മാനുഫാക്ചറിങ് ഇതിൽ നിന്നെല്ലാം കുറച്ചു മാറി പിന്നെ മാർക്കറ്റിങ്ങിലേക്ക് കേന്ദ്രീകരിച്ചു. അതിന് ഗവൺമെൻറ് അക്രഡിറ്റഡ് ഏജൻസി എന്ന സൗകര്യം ഉപയോഗിക്കുക, പല വെൻഡേഴ്സിനും വാങ്ങുക, കെൽട്രോൺ അതിൻ്റെ ഒരു ആളായി പ്രവർത്തിക്കുക എന്നതിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇപ്പം അത് മാറി പൂർണ്ണമായി കോർ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ തിരിച്ചുകൊള്ളുക. ജോയിൻറ്റ് വെഞ്ചറുകൾ ആവശ്യമാണോ? അത് ഗവൺമെൻറ് ചർച്ച ചെയ്തപ്പോൾ PSUകൾക്ക് തന്നെ അവരുടെ ബോർഡുകൾക്ക് അതിനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗവൺമെൻറ് വരെ വരേണ്ടതില്ല. അങ്ങനെ കെൽട്രോൺ പല പ്രധാനപ്പെട്ട കമ്പനികളുമായി നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയിട്ടുള്ള JVകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ക്രിസ്തീയമായിട്ടുള്ള ഈ JV എന്നുള്ളത്. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഇപ്പോൾ കെൽട്രോൺ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഡിഫൻസിൽ കെൽട്രോൺ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയായി മാറാൻ കെൽട്രോൺ കഴിയും എന്ന കാര്യം ഇപ്പോഴേ കെൽട്രോൺ പൊതുമേഖലയിലാണെങ്കിലും അല്ലാതെയും മാറാൻ മൊത്തം കമ്പനികൾ എടുക്കുമ്പോൾ മാറാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വിഷൻ 2031 പങ്കെടുക്കുമ്പോൾ ശ്രീ രമേശ് കണ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പെരുമ്പാവൂര് ഇപ്പോൾ 500 കോടിയുടെ 500 crores ഇൻവെസ്റ്റ്മെന്റ് ഫ്ലെക്സിബിൾ PCB മാനുഫാക്ചറിംഗിൽ നടത്തിയിരിക്കുകയാണ്. വിഷൻ 2031 ഭാഗമായി 2000 കോടി രൂപയുടെ ടേൺ ഓവർ ലക്ഷ്യമിട്ടാണ് കെൽട്രോൺ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതെന്ന് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P. രാജീവ് പറഞ്ഞു. പ്രതിരോധ വിപണിയിലേക്കുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച കെൽട്രോൺ ക്രാസ്നി ഡിഫൻസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ കെൽട്രോൺ നൽകുന്ന സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്.
വിയറ്റ്നാമിലെ കമ്പനികൾ ഉൾപ്പെടെയുള്ളവയുമായി സഹകരിച്ച് കെൽട്രോൺ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ദലീമ ജോജോ MLA അധ്യക്ഷയായി. വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി, പഞ്ചായത്ത് അംഗം CK പുഷ്പൻ, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായർ, ക്രാസ്നി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർപേഴ്സൺ VG ജയപ്രകാശൻ, ഡയറക്ടർ വൈസ് അഡ്മിറൽ MA ഹംബി ഹോളി, BPT ചെയർപേഴ്സൺ K അജിത് കുമാർ, കെൽട്രോൺ ചെയർപേഴ്സൺ N നാരായണമൂർത്തി, ML മാത്യു, മറ്റു ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ കൃഷിഭൂമികളെല്ലാം തന്നെ 2031 സ്മാർട്ട് കൃഷിഭൂമികളാക്കി മാറ്റുമെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. കാർഷിക സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2031 കേരളത്തിലെ എല്ലാ കൃഷിഭൂമികളും സ്മാർട്ട് കൃഷിഭൂമികളാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. വിഷൻ 2031 സംസ്ഥാന കാർഷിക സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീനവും സുസ്ഥിരവും സ്വയം പര്യാപ്തവുമായ കാർഷിക കേരളം 2031 യാഥാർത്ഥ്യമാക്കുവാൻ പഴയ തലമുറയുടെ അറിവും പുതിയ തലമുറയുടെ കരുത്തും പുത്തൻ സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച പദ്ധതികൾ തയ്യാറാക്കുമെന്നും അതിന്റെ ഭാഗമായി 2031 250 കൃഷിഭവനുകൾ സ്മാർട്ടാക്കി മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ പരീക്ഷണ ഇടത്തിൽ നിന്നും മാറി ഇന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഈ കാര്യം പ്രാവർത്തികമാക്കാൻ കഴിയും. ഇത്തരം നവീനങ്ങളായ രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തൽ എന്നുള്ളതാണ്. ഇങ്ങനെ വന്നാൽ കാർഷിക മേഖലയിൽ 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവും. 5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ 2031 കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കണം. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്ന് പറഞ്ഞു. എലവഞ്ചേരി എന്നത് പാലക്കാട് ജില്ലയിലെ ഒരു കാർഷിക മേഖലയാണ്. എലവഞ്ചേരിക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിരവധി കർഷകർ ഒരു വർഷം 1 കോടിയിൽ കൂടുതൽ രൂപയുടെ പച്ചക്കറി വിൽപ്പന നടത്തുന്നവരാണ്. ആദ്യം ഒരാളിൽ തുടങ്ങി ഇപ്പം നിരവധി പേർ 1 കോടിയിൽ കൂടുതൽ രൂപയ്ക്കുള്ള പച്ചക്കറി ഒരു വർഷം വിൽപ്പന നടത്തും. അപ്പോൾ അവർക്കുള്ള വരുമാനം കർഷക സുഹൃത്തുക്കൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ചടങ്ങിൽ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറി V വിഘ്നേശ്വരി, കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കാർഷിക മേഖലയിലെ വിഷയ വിദഗ്ധർ, വിവിധ ജില്ലകളിൽ നിന്നുള്ള കർഷകർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുനർനിർമ്മിച്ച ഇവാഞ്ചലിക്കൽ ചർച്ച് ഗോൾഡൻ ഫാക്ടറി റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി. H സലാം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാലിനപ്പാലം ഉദ്ഘാടനത്തിൽ അദ്ദേഹം വരികയാണ്. അപ്പോൾ അതിനെ കുറച്ച് സഹകരണ കാര്യമൊക്കെ ഇതിൻ്റെ ഒരു പറയുകയാണ്. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് പോയിട്ട് മുൻപ് ഇത് ഉദ്ഘാടനം മാറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. റോഡിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. ഇത് വീണ്ടും വിശദീകരിക്കേണ്ടതായിട്ടില്ല. ഒരുപാട് വർഷമായി ഇങ്ങനെ പൊട്ടിപ്പൊളഞ്ഞ് കിടന്നത് റോഡാണ്. അത് അന്വേഷണം അതുപോലെ ഈ എല്ലാ കൗൺസിലർമാരും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്നൊരു റോഡാണ്. അത് ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂർത്തിയാക്കാൻ പറ്റൂ. ആ മെയിൻ റോഡ് മാത്രം 1 കോടി രൂപയാണ്. മറ്റേ ചെറിയ റോഡ് 20 ലക്ഷം രൂപയാണ്. അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം വികസന മഹോത്സവത്തിന്റെ ഭാഗമായി പുനർനിർമ്മിച്ച സ്റ്റേഡിയം വലിയമരം വാർഡുകളെ തമ്മിൽ വേർതിരിക്കുന്ന കൊങ്ങിണി ചുടുകാടിന് സമീപത്തെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഗോൾഡൻ ഫാക്ടറി റോഡുകൾ ഗതാഗതത്തിനായി തുറന്നു നൽകി. അമ്പലപ്പുഴ കളറകോട് റിംഗ് റോഡ് കണക്ടിവിറ്റി ഫേസ് 1ന്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 1.2 കോടി രൂപയാണ് ഇരു റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചത്. 730 മീറ്റർ നീളത്തിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് റോഡും 340 മീറ്റർ നീളത്തിൽ ഗോൾഡൻ ഫാക്ടറി റോഡുമാണ് പൂർത്തിയാക്കിയത്. റോഡ് സുരക്ഷാ ഉപകരണങ്ങൾ, റോഡ് മാർക്കിംഗ്, സൈൻ ബോർഡുകൾ, ഡ്രെയിനേജ് സൗകര്യങ്ങളും റോഡ് നിർമ്മാണത്തിനോടൊപ്പം പൂർത്തിയാക്കി. അമ്പലപ്പുഴ MLA H സലാം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായി.
നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MR പ്രേം, നസീർ പുന്നയ്ക്കൽ, AS കവിത, MG സതീദേവി, വാർഡ് കൗൺസിലർ B അജേഷ്, മറ്റു കൗൺസിലർമാർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൗരി കാർത്തിക, അസിസ്റ്റന്റ് എഞ്ചിനീയർ S വിഷ്ണു, ഓവർസിയർ ഗീതു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നെൽകർഷക മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒന്നാം വിളയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നയം പ്രഖ്യാപിക്കുക, കഴിഞ്ഞ 4 വർഷമായി കേന്ദ്ര MSPയിൽ നിന്നും സംസ്ഥാന സർക്കാർ കവർന്നെടുത്ത 1 കിൻഡൽ നെല്ലിന് 501 രൂപ എന്നത് കർഷകർക്ക് തിരിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക മാർച്ചും ധർണയും നടത്തുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പല സ്ഥലങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. 5 കൊല്ലമായിട്ട് നെൽവില വർദ്ധിപ്പിക്കുന്നില്ല. സംസ്ഥാന ഇൻസെൻറ്റീവ് NCCF നെല്ലെടുക്കുന്ന സംവിധാനം പാലക്കാട് വരുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻസെൻറ്റീവ് കൂടി ലഭ്യമാക്കാതെ ഒരിക്കലും NCCF നെല്ലെടുത്താൽ നെൽ കർഷകന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോണില്ല. റെഗുലേറ്റ് ചെയ്യേണ്ട സമയങ്ങളിൽ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളിയും റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഹാൻഡ്ലിംഗ് ചാർജ് വർഷങ്ങളായി നമുക്ക് 12 രൂപയാണ് കിട്ടുന്നത്. C2+ 50% ഫോർമുലയിൽ നെല്ലിന് താങ്ങുവില നൽകുക, കൊഴുതിട്ടിരിക്കുന്ന നെല്ല് ഉടൻ സംഭരിക്കുക, രണ്ടാം വിളയ്ക്കുള്ള വിത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക, ഓരുമുട്ടുകൾ ശാസ്ത്രീയമായി സ്ഥാപിക്കുക, തണ്ണീർമുക്കം തോട്ടപ്പള്ളി ഷട്ടറുകൾ വേലിയേറ്റത്തെ ചെറുക്കത്തക്ക രീതിയിൽ റെഗുലേറ്റ് ചെയ്യുക, കഴിവുകൊള്ള സമ്പ്രദായം അവസാനിപ്പിക്കുക, കൈകാര്യ ചെലവ് സമ്പൂർണമായും സർക്കാർ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിക്കും. ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് കളക്ട്രേറ്റ് പടിക്കൽ അവസാനിക്കും. തുടർന്ന് പ്രതിഷേധ ധർണ നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജിന അഷറഫ്, PR സതീശൻ, വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, റോയി ഊരാംവേലിൽ, കാർത്തികേയൻ കൈനകരി, മാത്യു തോമസ്, ജോഷി വർഗീസ്, PS വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1875 ജനിച്ച സർദാർ പട്ടേലിൻ്റെ 150ാമത്തെ ജന്മവാർഷികമാണ് ഈ വരുന്ന ഒക്ടോബർ 31 നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് യുവജനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ, നമ്മൾ പല പ്രോഗ്രാമുകളും ഇപ്പോൾ SAയും ക്വിസും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടുരാജ്യങ്ങളുടെ ഐക്യഭാരതം ഏകീകരണത്തിലൂടെ കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് യുവജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് 2 മാസക്കാലം മേരാ യുവഭാരതിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 31 മുതൽ നവംബർ 16 വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും യൂണിറ്റി മാർച്ച് എന്ന പേരിൽ പദയാത്രകൾ സംഘടിപ്പിക്കും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശവുമായി സർദാർ പട്ടേലിന്റെ ചിന്തകൾ യുവഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദയാത്രയുടെ ലക്ഷ്യം. സോഷ്യൽ മീഡിയ റീൽ മത്സരങ്ങൾ, ഉപന്യാസ രചന, ക്വിസ് മത്സരം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. S ശിവമോഹൻ, വിവേക് ശശിധരൻ, ഡോക്ടർ ലക്ഷ്മി, പ്രജിത്ത് പുത്തൻവീട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 242ഓളം ഗുണഭോക്താക്കൾക്കാണ് 4000 രൂപ വിലമതിക്കുന്ന കട്ടിലുകൾ വിതരണം ചെയ്തത്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 242 ഗുണഭോക്താക്കൾക്കാണ് 4000 രൂപ വീതം വിലമതിക്കുന്ന കട്ടിലുകൾ നൽകിയത്. 9.68 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി വിനിയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ 95ഓളം വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ നൽകിയത്. മനസ്സിലേക്ക് വരിക എന്നുള്ളത് പ്രധാനമാണ്. അത് വരണമെങ്കിൽ സ്വന്തമായി ജീവിത അനുഭവം കൂടി പ്രധാനമാണ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രത്യേകത, പഞ്ചായത്ത് ഭരണാധികാരികൾ നോക്കിയാൽ
ഏതാണ്ട് എല്ലാ പേരും നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങളിൽ ജനിച്ച് ജീവിച്ചു വന്നവരാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രയാസകരമായ ഏതവസ്ഥകളെയും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നല്ലതുപോലെ അവരവരുടെ കുടുംബങ്ങളിൽ അറിഞ്ഞ് അനുഭവിച്ച് വന്നവർ ഇതുപോലെ ഭരണാധികാരികളായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ആ ഭരണാധികാരത്ത് പോയിരിക്കുന്ന സമയത്ത് ആ ഭരണാധികാരിയുടെ മനസ്സിലേക്ക് എപ്പോഴും ചിന്ത ഉണ്ടാവുന്നത് എപ്പോഴും പാവങ്ങളെ സഹായിക്കാൻ എന്ത് പദ്ധതി ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ളവ മറ്റു വാർഡുകളിൽ അടുത്ത ദിവസങ്ങളിൽ വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. എച്ച് സലാം MLA കട്ടിലുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുലഭ ഷാജി, NK ബിജുമോൻ, അംഗങ്ങളായ ഗീതാ ബാബു, റംല ഷിഹാബുദ്ദീൻ, ജെ സിന്ധു, അജയ് ഘോഷ്, ICDS സൂപ്പർവൈസർ ജീന വർഗീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമാക്കി അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്യൂച്ചറിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും വിവിധ തുറകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കൽ ചടങ്ങും നടത്തി. സമൂഹത്തിലെ സാധാരണക്കാരായവരുടെ വിദ്യാഭ്യാസ ഉന്നമനം പ്രഥമ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ അമ്പലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ R ഹരികുമാർ തട്ടാരുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭേദമേന്യ ഓരോരുത്തരും തങ്ങളുടെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള വ്യക്തിത്വങ്ങളായി മാറുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മെ മനുഷ്യരെന്ന് വിളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്യൂച്ചർ അമ്പലപ്പുഴ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A നിസാമുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചരിത്ര ഗവേഷക ഗ്രന്ഥകാരൻ തോട്ടുങ്കര മഠം P പ്രേംകുമാറിനെയും സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് സദേൺ റെയിൽവേയിൽ സെക്യൂരിറ്റി കമ്മീഷണറായി നിയമിതനായ അമ്പലപ്പുഴ അരയൻപറമ്പിൽ മുഹമ്മദ് ഹനീഫ് IRPFSനെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഫ്യൂച്ചർ നൽകി വരുന്ന സുഹൈൽ വൈലിത്തറ സ്മാരക രണ്ടാമത് സ്കോളർഷിപ്പ് TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിശ്വകലയ്ക്ക് കൈമാറി. ഫ്യൂച്ചർ രക്ഷാധികാരി ഡോക്ടർ KG പത്മകുമാർ, ഫ്യൂച്ചർ ഖത്തർ ചാപ്റ്റർ ചെയർമാൻ അഷ്റഫ് കുന്നക്കാട്, TDMC വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ സാൻമരിയ, ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്തിൽ, മുജീബ് വൈലിത്തറ, അബ്ദുൾ വഹാബ് പറയന്തറ, നിസാർ കുന്നുമ എന്നിവർ സംസാരിച്ചു. ഫ്യൂച്ചർ ജനറൽ സെക്രട്ടറി U അഷ്റഫ് ചടങ്ങിന് സ്വാഗതവും ട്രഷറർ ജമാൽ പള്ളാത്തുരുത്തി നന്ദിയും പറഞ്ഞു. അതിന്റെ അവരനുഭവിക്കുന്ന സന്തോഷം നമ്മളിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമാണ് ആ ലഹരി. അപ്പോ ആ ലഹരി ഒരു പ്രാവശ്യം അനുഭവിച്ചവനെ, അതാണ് ലഹരി. ലഹരി എപ്പോഴും ഒരു പ്രാവശ്യം നമ്മളെ സ്വാധീനിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആ ലഹരിയിലോട്ട് നമ്മൾ ആകർഷിക്കുക. അങ്ങനെയാണ് പലരും മദ്യപാനികളാകുന്നത്, പലരും MDMA ഉപയോഗിക്കുന്നത്, പലരും ജീവിതത്തിൽ ആ സുഖം കാണുന്നത്. അതിനെ ഒരു ലഹരിയായി കാണുന്നത് പോലെ തന്നെ നമ്മള് നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന പ്രതിബദ്ധതയിൽ നിന്ന്, ആ പ്രതിബദ്ധതയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി, ആ എനർജി ആയിരിക്കും നമ്മുടെ വളർച്ചയ്ക്ക് നമ്മൾ വീട്ടിലെത്തിക്കുവാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നപ്ര വയലാർ സമരത്തിന്റെ 79ാം വാർഷികാഘോഷ വാരാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഭാഗമായുള്ള ദീപശിഖ പ്രയാണം നടത്തി. മുൻമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ G സുധാകരൻ ദീപശിഖ തെളിയിച്ചു. 2000 കോടിയുടെ ടേൺ ഓവറാണ് കെൽട്രോൺ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. കെൽട്രോൺ ഇലക്ട്രോണിക് ഇന്റഗ്രേഷൻ ബേയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കൃഷിഭൂമികളെല്ലാം തന്നെ 2031 സ്മാർട്ട് കൃഷിഭൂമികളാക്കി മാറ്റുമെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു. കാർഷിക സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 242ഓളം ഗുണഭോക്താക്കൾക്കാണ് 4000 രൂപ വിലമതിക്കുന്ന കട്ടിലുകൾ വിതരണം ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.